കേരളത്തിലെ ശ്രദ്ധേയയായ യുവ IAS ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ. കോൺഗ്രസ് നേതാവായിട്ടുള്ള അരുവിക്കരയുടെ മുൻ MLAയും ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡറുമായ ശബരിനാഥിൻ്റെ ഭാര്യ കൂടിയാണ് ഇവർ. എന്നും ആരാധിക്കപ്പെടുന്ന കോൺഗ്രസ് നേതാവായ G. കാർത്തികേയൻ്റെ മരുമകൾ എന്ന നിലയിൽ ഇവർ ഒരു കോൺഗ്രസ് കുടുംബാംഗം കൂടിയാണ്. എന്നാൽ പലപ്പോഴും കോൺഗ്രസ് അണികളുടെ വലിയ രീതിയിലുള്ള അധിക്ഷേപത്തിന് ഇവർ ഇരയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ കണ്ണിലെ കരടാണ് IAS ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ എന്ന് വേണമെങ്കിലും പറയാൻ സാധിക്കും. അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇവർ അനുവർത്തിച്ചിട്ടുള്ള CPM പ്രീണന നിലപാടുകളാണ് ഇത്തരത്തിൽ അവർക്കെതിരെ തിരിയുവാൻ കോൺഗ്രസ് പ്രൊഫൈലുകളെ നിർബന്ധിതമാക്കിയത്. ഇത്തരത്തിലുണ്ടാകുന്ന ആദ്യ വിവാദമെന്ന് പറയുന്നത് ഇവർ വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയിരിക്കുന്ന അവസ്ഥയിലാണ്. വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യുന്ന വേദിയിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ദിവ്യ എസ് അയ്യർ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ എവിടെയും ഈ പദ്ധതിയുടെ ഉപജ്ഞാതാവായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല എന്നത് കോൺഗ്രസ് പ്രവർത്തകരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ കടുത്ത വിമർശനങ്ങൾ കോൺഗ്രസ് പ്രൊഫൈലുകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ഇത്തരമൊരു നിലപാട് കൈക്കൊള്ളുവാനോ ഉമ്മൻചാണ്ടിയുടെ പേര് സ്വാഗത പ്രസംഗത്തിൽ ഉൾക്കൊള്ളിക്കുവാനോ കഴിയില്ല എന്ന ഒരു ന്യായീകരണവും ദിവ്യയ്ക്ക് അനുകൂലമായി ആ ഘട്ടത്തിൽ മറുകോണിൽ നിന്ന് ഉയർന്നു വരികയും ഏറെക്കുറെ ഇത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയമാണ്. എന്നാൽ തുടർന്നും CPMനെ തുടർച്ചയായി പ്രീണിപ്പിക്കുന്ന നിലപാടുകൾ ദിവ്യയുടെ ഭാഗത്തു നിന്നുണ്ടായതോടെയാണ് കോൺഗ്രസ് പ്രൊഫൈലുകൾ ഇവർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി കളം നിറയുവാൻ കാരണമായത്. ഇതിൽ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് 2029 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അന്നത്തെ മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചുകൊണ്ട് MP സ്ഥാനം ഏറ്റെടുത്തപ്പോഴുണ്ടായ ഒരു സംഭവമാണ്. അന്ന് K. രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന ഒരു പോസ്റ്റ് ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്ന് ഫേസ്ബുക്കിലൂടെ പുറത്തു വരികയുണ്ടായി. ഇത് യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ദിവ്യ എസ് അയ്യർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകുന്നതിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരെ നയിച്ച ഒരു സംഭവമാണ്. ഇവിടെയും ദിവ്യ എസ് അയ്യർ കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വം കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പല വിമർശനങ്ങളും ഇവർക്കെതിരെ നിശിതമായി സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരികയും ചെയ്തു. ഇതിനുശേഷവും ഈ ഒരു നിലപാടിൽ തിരുത്തൽ വരുത്തുവാൻ ദിവ്യ എസ് അയ്യർ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് കണ്ണൂർ CPM ജില്ലാ സെക്രട്ടറിയായി അധികാരം ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ KK രാഗേഷിനെ കർണനോട് ഉപമിച്ചുകൊണ്ട് അയാളുടെ സ്വഭാവ സവിശേഷതകളെ കർണൻ്റെ കവചകുണ്ടലങ്ങളോട് ഉപമിച്ചുകൊണ്ട് ദിവ്യ എസ് അയ്യർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ഇത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമനില തെറ്റിക്കുകയും ഇവർ രാഷ്ട്രീയമായി പക്ഷപാതിത്വം CPMന് അനുകൂലമായി സ്വീകരിക്കുന്നു എന്ന നിലപാടിലേക്ക് എത്തുവാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്തു. കാരണം KK രാഗേഷ് ഏതെങ്കിലും ഒരു സർക്കാർ പദവിയിലേക്കല്ല മാറിയത്, ഏതെങ്കിലും ഒരു പാർലമെൻ്ററി പദവിയിലേക്കല്ല മാറിയത്. നേരെ മറിച്ച് CPM ഏറ്റവും അധികം ഗുണ്ടാ രാഷ്ട്രീയ സംസ്കാരം വളർത്തുന്ന പരിപാലിക്കുന്ന കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് നിയോഗിതനായപ്പോഴാണ് ദിവ്യ എസ് അയ്യർ ഇയാളെ പുകഴ്ത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി ഒരു IAS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ രംഗത്തെത്തിയത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ നിലപാടിനെ തള്ളിപ്പറയുവാൻ കൂട്ടാക്കാതിരുന്ന ഭർത്താവായ ശബരിനാഥനെതിരെ പോലും അണികളുടെ രോഷമുണ്ടാകുന്ന സാഹചര്യവും സംജാതമായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ദിവ്യ എസ് അയ്യർ എന്ന IAS ഉദ്യോഗസ്ഥയ്ക്ക് UDF സർക്കാരിൻ്റെ കീഴിൽ ലഭിക്കുവാൻ പോകുന്ന പരിഗണന എന്തായിരിക്കുമെന്ന ഒരു ചോദ്യവും കൗതുകവും ഈ സാഹചര്യങ്ങളാൽ തന്നെ ഉണ്ടായിത്തീരുകയും ചെയ്തു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ രാഷ്ട്രീയ ആചാര്യനായിരുന്നു ദിവ്യ എസ് അയ്യരുടെ ഭർത്താവിൻ്റെ പിതാവായ G. കാർത്തികേയൻ എന്ന നേതാവ്. മുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി കാർത്തികേയൻ്റെ വസതിയിലെത്തിയ VD സതീശൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പി കരയുന്ന ദൃശ്യങ്ങൾ കേരളമെമ്പാടും മാധ്യമങ്ങളിലൂടെ നാം കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കാർത്തികേയനെ സംബന്ധിച്ചിടത്തോളം സതീശൻ മൂത്ത മകൻ്റെ സ്ഥാനത്തുള്ള ആളായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ദിവ്യ എസ് അയ്യർക്ക് ആ പദവിയിൽ തുടർച്ച നൽകുമോ എന്നതായിരുന്നു രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കൗതുകം. എന്നാൽ ആ കൗതുകത്തിന് ഇപ്പോൾ വിരാമമായിരിക്കുകയാണ്. വളരെ സ്വാഭാവികമായ ഒരു നടപടി എന്നതാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യർ IAS എന്ന ഉദ്യോഗസ്ഥയെ UDF സർക്കാർ അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ നീക്കം ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് പകരമായി ഒരു ഔദാര്യം സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ തങ്ങാവുന്ന നിലയിൽ ഇവരെ തദ്ദേശ വകുപ്പിൻ്റെ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിട്ടുള്ളത്. ഇവിടെയും നാം ഓർക്കണം, ഏതെങ്കിലും ഒരു കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിലേക്കല്ല ദിവ്യ എസ് അയ്യർക്ക് ഇപ്പോൾ ഒരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. നേരെ മറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും അഗ്രസീവായിട്ടുള്ള നേതാവ് എന്ന് വിലയിരുത്തപ്പെടുന്ന KM ഷാജി കൈകാര്യം ചെയ്യുന്ന തദ്ദേശ വകുപ്പിലേക്ക്
വകുപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഡയറക്ടറായിട്ടാണ് ദിവ്യ എസ് അയ്യർക്ക് നിയമനം നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ദിവ്യ എസ് അയ്യർക്ക് വലിയ അനുഭാവപൂർണമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവില്ല എന്നത് ഇതിനോടകം വ്യക്തമായിട്ടുണ്ട്. ദിവ്യ എസ് അയ്യരുടെ CPM പ്രീണനത്തിന് പിന്നിൽ ചില അഴിമതികൾ തേച്ചുമായ്ച്ചു കളയുവാനുള്ള ദിവ്യ എസ് അയ്യരുടെ താല്പര്യങ്ങളുണ്ട് എന്ന ആക്ഷേപവും നേരത്തെ സൈബർ പ്രൊഫൈലുകൾ കോൺഗ്രസിൻ്റെതായ UDFിൻ്റെതായ സൈബർ പ്രൊഫൈലുകൾ ഉയർത്തിവിട്ടിരുന്നു. അതായത് ഇവർ മറ്റൊരു പദവിയിലിരുന്ന കാലത്ത് ഇവരുടെ ഒരു ബന്ധുവിന് ഭൂമി ദാനം ചെയ്തു, അതായത് സർക്കാർ ഭൂമി പതിച്ചു നൽകി എന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളായിരുന്നു ഇത്. ഈ ഒരു അഴിമതി ആരോപണത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാനാണ് ദിവ്യ എസ് അയ്യർ തുടർച്ചയായി CPMനെ പുകഴ്ത്തിപ്പാടിയത് എന്ന ആക്ഷേപം അന്നേ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിയതാണ്. ഏതൊക്കെയാണെങ്കിലും ഈ ഘട്ടത്തിൽ ദിവ്യ എസ് അയ്യർക്കെതിരെയുള്ള ആ ആരോപണം പോലും കോൺഗ്രസ് അണികൾ വീണ്ടും ചർച്ചയാക്കുമോ, അതൊരു പരാതിയായി സർക്കാരിന് മുമ്പിലേക്ക് എത്തിക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടതുണ്ട്. ദിവ്യ എസ് അയ്യരുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്ക് പുറമെ VD സതീശൻ സർക്കാർ അധികാരമേറ്റെടുത്തതിന് പിന്നാലെ അവരുടെ ഭർത്താവായിട്ടുള്ള ശബരിനാഥനെ ബന്ധപ്പെടുത്തിയും ചില വ്യാജ പ്രചരണങ്ങൾ സജീവമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ശബരിനാഥിനെ മുഖ്യമന്ത്രി VD സതീശൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിക്കുന്നു എന്ന പേരിലുള്ള പ്രചാരണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ കാർഡുകളുടെ രൂപത്തിൽ സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ വ്യാപകമായി പങ്കുവെക്കപ്പെട്ടതോടെ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തുവാൻ ശബരിനാഥ് നിർബന്ധിതനാകുകയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും IAS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരുമെല്ലാം ഇപ്പോൾ വലിയ ഭയാശങ്കകളിലാണ് കഴിയുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തുടർച്ചയായി 10 വർഷക്കാലം പിണറായി വിജയൻ്റെ ഭരണകൂടത്തിന് കീഴിൽ നിലനിന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രീണിപ്പിക്കുവാനും CPM നേതാക്കളെ പ്രീണിപ്പിക്കുവാനുമായി നിരവധി ക്രമവിരുദ്ധ നടപടികൾക്ക് പല IAS IPS ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായി ചികഞ്ഞു പുറത്തിട്ടുകൊണ്ട് കൃത്യമായി ഈ വിഷയങ്ങളിൽ വസ്തുതാപരമായ അന്വേഷണം നടത്തുക എന്ന സമീപനമാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് കുട പിടിച്ചുകൊണ്ട് തങ്ങൾ കാണിച്ചു കൊടുത്ത ക്രമക്കേടുകളെല്ലാം തങ്ങളുടെ സർവീസിനെ ബാധിക്കുമോ എന്ന ആശങ്ക പോലീസ് സേനയിലും IAS തലപ്പത്തും വരെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പല IAS ഉദ്യോഗസ്ഥർക്കും റിട്ടയർമെൻറ്റിന് ശേഷവും ഉന്നതമായ തസ്തികകളിൽ നിയമനം ലഭിച്ചതും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ലഭിച്ചതും ഇത്തരം പ്രത്യുപകാരങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് എന്ന ആക്ഷേപവും സജീവമാണ്. മുൻ DGP ആയിട്ടുള്ള ലോക്നാഥ് ബെഹ്റ കൊച്ചിൻ മെട്രോയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തിയതും മുൻ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള KM എബ്രഹാം ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം പറ്റിക്കൊണ്ട് കിഫ്ബിയുടെ തലപ്പത്തേക്ക് എത്തിയതുമെല്ലാം ഇതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഏതൊക്കെയാണെങ്കിലും ദിവ്യ എസ് അയ്യരുടെ നിലവിലെ സ്ഥാനചലനം കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും ആഹ്ലാദിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. വിഴിഞ്ഞത്ത് പോർട്ടിൻ്റെ MD സ്ഥാനം ഇവർക്ക് നഷ്ടമായി എന്നത് മാത്രമല്ല, KM ഷാജിയുടെ വകുപ്പിലേക്ക് ദിവ്യയെ എത്തിക്കുന്നത് ഒരു ശിക്ഷാ നടപടിയായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ആഘോഷിക്കുന്നത്. കാരണം കോൺഗ്രസിൻ്റെ യാതൊരുവിധ തണലും ദിവ്യയ്ക്ക് ലഭ്യമാക്കുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിലേക്ക് ഇവർക്ക് നിയമനം നൽകിയത് എന്ന നിലയിലാണ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളുടെ പ്രചാരണം. ഈ രാഷ്ട്രീയ വിശകലനങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.